ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ റീനയെ മാറ്റിയതിൽ സർക്കാർ വാദം പൊളിയുന്നു. സ്ഥാനമാറ്റത്തിനായി സർക്കാർ ചൂണ്ടിക്കാട്ടിയ 15 ദിവസത്തെ അവധി റീന എടുത്തിട്ടില്ലെന്ന് രേഖകൾ. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2.5 ദിവസത്തെ അവധിയാണ് ചോദിച്ചതെന്നും സർക്കാർ തീരുമാനം തന്നെ ഞെട്ടിച്ചുവെന്നുമാണ് റീന പ്രതികരിച്ചത്. വിവരങ്ങളുമായി എബി ഉണ്ട്. എബി, ഈ സർക്കാർ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. അതിനെതിരെ ഡോക്ടർ റീനയും രംഗത്തെത്തിയിട്ടുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിരുന്നു. ഇന്നിപ്പോൾ കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത് അതൊരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് തന്നെ കണക്കാക്കാൻ കഴിയും, നടപടിയായിട്ട് കണക്കാക്കുന്നെങ്കിൽ നിങ്ങൾ ആ നിലയ്ക്ക് കണക്കാക്കിക്കോളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി, മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു പല കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ 3 വർഷമാണ് കാലാവധി, ആ 3 വർഷത്തെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് അവരെ ഇത്തരത്തിൽ മാറ്റുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയോടോ ആരോഗ്യ വകുപ്പ് മന്ത്രിയോടോ ആലോചിക്കാതെയാണ് പല തീരുമാനങ്ങളും റീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 48 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് ശബരിമലയിലേക്ക് ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകില്ല, അതിന് ആളുകളെ അയക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനം ഏകപക്ഷീയമായി എടുത്തത്. അത്തരത്തിൽ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനോട് ചോദിക്കണം, സർക്കാരിന്റെ അനുവാദം തേടേണ്ടതുണ്ട്. ആ നിലയ്ക്ക് സർക്കാരിനോട് ഒരു തരത്തിലും ആലോചിക്കാതെയുള്ള നടപടികളാണ് ഡോക്ടർ റീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് ആ നിലയ്ക്കുള്ള ഒരു മറുപടി ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു നടപടിയായിട്ടാണോ ഇത്തരത്തിൽ ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സമ്മതിച്ചില്ല, മറിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കത്ത് പ്രകാരമാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ 15 ദിവസത്തെ അവധി എടുത്തിരുന്നു. ഇപ്പോഴൊരു പകർച്ചവ്യാധി കാലഘട്ടം കൂടിയാണ്. ആ സമയത്ത് 15 ദിവസത്തെ അവധി എടുത്ത് മാറി നിൽക്കാനുള്ള ശ്രമം റീനയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനെതിരെ കൂടി നടപടിയായിട്ടാണ് ഇവരെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതായിരുന്നു ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങനെ അവധി എടുക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കുന്നു. കാരണം ഈ 2.5 ദിവസത്തെ അവധി മാത്രമാണ് അവർ ചോദിച്ചിരുന്നത്. ആ ഓർഡറിൽ പോലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള കള്ളം സർക്കാരിന്റെ ഭാഗത്തുനിന്നും എഴുതി വച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം 15 ദിവസത്തെ അവധി എന്ന ആ ഓർഡറിൽ പറയുമ്പോൾ 2.5 ദിവസം മാത്രമാണ് അവധിയായി ആവശ്യപ്പെട്ടിരുന്നതെന്നും അത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് താൻ അവധി ചോദിച്ചതെന്ന് ആയിരുന്നു ഇന്ന് ഡോക്ടർ റീനയുടെയും പ്രതികരണമായി വന്നത്. എന്തായാലും റീനയോടുള്ള അതൃപ്തി പരസ്യമായി തന്നെ പ്രകടമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. ശബരിമല ഡോക്ടർമാരെ നൽകില്ല എന്നുള്ള തീരുമാനമെടുത്തതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിനെതിരെയും ശക്തമായ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഗോപിക.